സ്തുതി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. വെല്ലിപ്പനും വെല്ലിമ്മയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വ്രതവും അത്യധികം പ്രാധാന്യമുള്ളതും പുരോഹിത സമർപ്പിത ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ടതുമായ ബ്രഹ്മചര്യവ്രതം. ഭക്ഷണത്തിലെ മറയ്ക്കപ്പെട്ട ഉപ്പ് പോലെ മഹാരഹസ്യമാണ് പൗരോഹിത്യവും സന്യാസവും. ഏത് പ്രതികൂല സാഹചര്യത്തിലും തന്റെ വിചാരങ്ങളും വികാരങ്ങളും ലോകത്തിന്റെ സുഖലോലുപതയിൽ മുഴുകാതെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് സ്വർഗീയ പിതാവിന്റെ മടിത്തട്ടിൽ വിശ്രമത്തിനായി എത്തിച്ചേരുന്നത് വരെ എന്റെ ശരീരവും ഹൃദയവും യൗസേപ്പിതാവിനെ പോലെ ഈശോയുടെ കൂടെയായിരുന്ന വിശുദ്ധരുടെ മാതൃക പിന്തുടരാൻ ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട ചെറിയച്ഛന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിത ജീവിതത്തിൽ ബ്രഹ്മചര്യത്തിന്റെ മഹനീയത ഉൾക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി മുന്നേറുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ വലിയച്ഛൻ പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് ചൂരക്കലും ചെറിയച്ഛന്റെ വലിയ സിസ്റ്റർ ദീപയും ചേർന്ന് വിശുദ്ധ യൗസേപ്പിതാവിന്റെ കയ്യിലെ ബ്രഹ്മചര്യത്തിന്റെ പ്രതീകമായ വെള്ള ലില്ലി പുഷ്പം നൽകി ചെറിയച്ഛനെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ ആനന്ദത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ചെറിയച്ഛന് തന്റെ സമർപ്പിത ജീവിതത്തിൽ ഉൾക്കൊണ്ട ദാരിദ്ര്യവ്രതം. ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതോ ആർഭാട ജീവിതം നയിക്കാത്തതോ അല്ല, മറിച്ച് തനിക്ക് ചുറ്റും വരുന്ന ദൈവമക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ മുറിവുകൾ മുടക്കി അവർക്ക് ആശ്വാസമായി, തണലായി, സ്നേഹാർദ്രമായി മാറുമ്പോഴാണ് യേശു പഠിപ്പിച്ച പരസ്പര സ്നേഹത്തിന്റെ മാതൃകയാകുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ ഭക്ഷണത്തിനല്ല ദാരിദ്ര്യം, സ്നേഹത്തിനാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൽ നിന്നാണ് ആശ്വാസവും സമാധാനവും ഉടലെടുക്കുന്നത്. ഈശോയുടെ പ്രതിപുരുഷനായ പ്രിയ പുരോഹിത തനിക്ക് ചുറ്റും കൂടുന്ന ദൈവമക്കളുടെ കൈകാലായി മാറാൻ കഴിയട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയച്ഛന്റെ മൂത്തച്ഛൻ ജോസഫ് ആന്റിയും അനുഗ്രഹിക്കുന്നു. ഈ മൂന്ന് വ്രതങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറ്റവും ആവശ്യം പ്രാർത്ഥനയാണെന്ന ബോധ്യം ഓരോരുത്തരിലും നിറയട്ടെ. ചൂരയ്ക്ക് മത്തായി കൊച്ചുമറിയം ദമ്പതികളുടെ 20 പേരമക്കളിൽ ഒരേ ഒരു പുരോഹിതനായ ഞങ്ങളുടെ ചെറിയമോന് മംഗളങ്ങൾ അർപ്പിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമ്മ തന്റെ 94 വർഷത്തെ ജീവിതത്തിന്റെ കെട്ടുറപ്പ് പ്രാർത്ഥനയിലാണെന്ന മൂല്യം ഉൾക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആയുധമായ ജപമാലയും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്റ്റാച്ചുവും നൽകുകയും ഇനിയുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ, വിളവ് ശേഖരിക്കാൻ പ്രാപ്തനാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിലാഷത്തോടെ ഞങ്ങളുടെ അമ്മൂമ്മ സ്നേഹ ചുംബനം നൽകി ചെറിയച്ഛനെ അനുഗ്രഹിക്കുന്നു. ചെറിയച്ഛ മുട്ടുകുത്തി നിന്നുകൊണ്ട് അമ്മൂമ്മയിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കുന്നു.
ചെറിയറ്റച്ച, താങ്കൾ ഇന്നു മുതൽ ഞങ്ങളുടേതല്ല, ലോകത്തിൻ്റെതാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ താങ്കളോട് വാഗ്ദാനം ചെയ്യുന്നു. കൂട്ടത്തിൽ നിന്ന് ഒരുവനെ നിർമ്മാർജ്ജനം ചെയ്യുമ്പോഴല്ല, അവന്റെ ബലഹീനതകൾ അറിഞ്ഞ് അവന് പാപമോചനം നൽകി അവനെ ദൈവത്തിനു വേണ്ടി വീണ്ടെടുക്കുമ്പോഴാണ് ഒരു പുരോഹിത ധർമ്മം പൂർത്തിയാകുന്നത്. അവനു വേണ്ടി സ്വർഗത്തിൽ ഒരിടം അലങ്കരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, യേശുവിന്റെ പ്രിയ അപ്പസ്തോല, താങ്കളെ ഞങ്ങൾ വിശുദ്ധൻ എന്ന് വിളിക്കും. ദൈവത്തിന്റെ കൈകളിൽ നിന്നും പൗരോഹിത്യം എന്ന മഹാദാനം സ്വീകരിച്ച ചെറിയറ്റച്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ വന്നിരിക്കുന്നത് വെളിച്ചത്തിന് സാക്ഷ്യമേകാൻ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, ക്രിസ്തുവിന്റെ പ്രകാശം ലോകത്തിന് നൽകാൻ. അതെ, ഈ ഒരു മനോഭാവത്തോടെ ഉരുകിത്തീരുന്ന തിരുനാളം ആള് ജ്വലിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് പ്രകാശമായി എരിഞ്ഞു തീരാൻ, ഇരുളിൽ വെളിച്ചമായി മാറാൻ ക്രിസ്തുവിന്റെ പ്രകാശത്ത് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫാദർ ചെറിയ ജോസ് ചൂരക്കൽ തിരിതെളിയിക്കുന്നു. അടുത്തതായി തിരിതെളിയിക്കാൻ അച്ഛന്റെ പപ്പയെയും അമ്മയെയും ക്ഷണിക്കുന്നു. അടുത്തതായി ചെറിയറ്റച്ഛന്റെ സഹോദരനായ ജോണറ്റ് ചേട്ടനെയും ജാസ്മിൻ ചേച്ചിയെയും മക്കളെയും, സഹോദരി മരിയറ്റിനെയും മെൽവിനെയും മക്കളെയും തിരിതെളിയിക്കാൻ ക്ഷണിക്കുന്നു. തന്റെ പുരോഹിത ജീവിതത്തിൽ തന്റെ നാവ് തേനൂറും വചനത്താൽ നിറയാനും വചനമാകുന്ന മധുരം പങ്കുവെച്ച് ദൈവമക്കളുടെ ജീവിതം മധുരതരമാക്കുവാനും ജീവിതത്തിൽ കൈപ്പേറിയ അവസ്ഥയിലും മധുരമായി മൊഴിയാനും ചെറിയറ്റച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേക്ക് മുറിക്കാൻ അച്ഛനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ക്ഷണിക്കുന്നു. ജോസ്, ബഹുമാനപ്പെട്ട വളരെയധികം ബഹുമാനിച്ച ഫാദർ തോമസ് അമ്പിച്ചയും മറ്റു അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അത് ചെറിയ അച്ഛൻ്റെ മാതാപിതാക്കൾ, വല്യമ്മച്ചി, ബന്ധുമിത്രാദികൾ, എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു അവസരമാണിത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക്
അനുമോദന പ്രസംഗം പറയാനായിട്ടുള്ള ചാൻസ് കിട്ടുന്നത്. ഞാൻ അച്ഛനെ അനുമോദിക്കുന്നു എന്ന് പ്രത്യേകിച്ച് 2-ാം തീയതി, ജനുവരി 2-ാം തീയതി ഞാൻ ഓർക്കുമായിരുന്നു. അച്ഛൻ 31 വർഷം മുമ്പ് ഇതേ ദിവസം ഈ സമയത്തായിരുന്നു എൻ്റെ ഓർഡിനേഷൻ. 31 വർഷം ഇതേ ദിവസം ഈ സമയത്തായിരുന്നു എൻ്റെ ഓർഡിനേഷൻ. ചെറിയ അച്ഛൻ്റെ എൻ്റെയും ഓർഡിനേഷൻ ഒരേ വർഷം, അല്ല ഒരേ ദിവസം. പക്ഷേ ഞങ്ങൾ 31 വർഷത്തെ വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരേ ഫോട്ടോ തന്നെയാണ്. Abide in me and you in me. I in you and you in me. ഞങ്ങൾ രണ്ടും യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഓർഡിനേഷന് ഞാൻ എങ്ങനെയെങ്കിലും. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛന് വാട്സപ്പ് മെസ്സേജ് അയച്ചു, എപ്പോഴാണ് ഓർഡിനേഷൻ എങ്ങനെ വരുന്നതെന്നൊക്കെ ചോദിച്ചു. അതനുസരിച്ച് കണ്ടുപിടിച്ചു. ഞാനിവിടെ എത്തി. ഇവിടെ വന്നതിൽ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഒരു ഫാമിലിയർ അറ്റ്മോസ്ഫിയർ, എല്ലാവരും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും എല്ലാവരുടെ മുഖത്ത് ചിരിയും സന്തോഷവും പകർത്തുന്ന ഈ അവസരത്തിൽ ചെറിയത്തച്ഛന് ഞാൻ എൻ്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. എനിക്ക് ചെറിയത്തച്ഛന് 2005 മുതൽ എനിക്കറിയാം. ഞാൻ അസിംഗാറ്റിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോൾ അച്ഛൻ അന്ന് അവിടെ പ്രീ നോവിഷ്യത്തിന് വന്നായിരുന്നു. അന്ന് മുതൽ എനിക്ക് നല്ല പരിചയമുള്ളതാണ്. ഞാൻ എപ്പോഴും കണ്ട വളരെ എപ്പോഴും ചിരിച്ച് വളരെ സന്തോഷത്തോടും നൽകുന്ന ഒരു പയ്യനുണ്ട് ആ ദിവസങ്ങൾ. അപ്പോൾ അതേ സ്വഭാവം തന്നെ ഇപ്പോഴും ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ജീവിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു പുരോഹിതൻ എന്ന് വെച്ചാൽ ബിഷപ്പ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനം, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് മാത്രമല്ല നിങ്ങളുടെ കൂടിയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്, നമ്മൾ കുടുംബങ്ങൾ എവിടെ പോയാലും എത്ര ദൂരം പോയാലും എത്ര അടുത്താണെങ്കിലും അച്ഛന്മാരായിട്ട് സംരക്ഷിക്കുന്നത് നമ്മുടെ വീട്ടുകാരാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് എപ്പോഴും കിട്ടുന്ന പ്രചോദനം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ വീട്ടിലും ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആശംസയും എൻ്റെ പ്രാർത്ഥനയിലാണ് നിങ്ങളോടുകൂടി എല്ലാവരും കൂടി ചെറിയച്ഛന് വേണ്ടി ഈ ദിവസം ഈ സന്തോഷം എപ്പോഴും ഈ സന്തോഷമായിട്ട് ഇരിക്കുവാൻ വേണ്ടി നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. അച്ഛന് ബുദ്ധിമുട്ടുകളുണ്ടാകും, എല്ലാ ജീവിതത്തിലും ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ബുദ്ധിമുട്ടില്ലാത്ത ജീവിതത്തില്ല, എല്ലാ തരത്തിലും എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാതിരിക്കുന്ന ഒരിക്കലുമില്ല. അച്ഛന് ബുദ്ധിമുട്ടുണ്ടാകും, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമ്മളെ ഒരുമിപ്പിക്കുന്നതും നമ്മുടെ കർത്താവായ യേശു മിശിഹായിക്ക് തന്നെയാണ്. നമ്മൾ വിവിധ ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുത്ത്, ഞാൻ അച്ഛനായി, ചെറിയത്തച്ഛൻ അച്ഛനായി, തോമസ് അച്ഛനായി, ഞങ്ങൾ അച്ഛന്മാര്, നിങ്ങൾ അൽമാരും. പക്ഷെ നമ്മൾ ഒരു ക്രിസ്തീയ കുടുംബമാണ്. അത് ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. നമ്മളുടെ കുടുംബ അന്തരീക്ഷമാണ് നമ്മുടെ ക്രിസ്തീയത ഉണ്ടാക്കുന്നതും വളർത്തുന്നതും അത് സ്ഥിരമായിരിക്കാൻ സഹായിക്കുന്നതും. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾക്ക് ഫാദർ ചെറിയത്തച്ഛന് അനുമോദനം അർപ്പിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, 31 വർഷം കഴിയുമ്പോൾ ഒരു വർഷം ചെറിയത്തച്ഛനോട് വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാകില്ല തീർച്ചയായിട്ടാണ്. പക്ഷേ തീർച്ചയായിട്ടും ദൈവിക കരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായ, നമ്മുടെ കുടുംബത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന ആ സന്തോഷം കൊണ്ട് അച്ഛൻ്റെ ജീവിതം ഭംഗിയായിട്ട് ജീവിക്കുവാനും നയിക്കുവാനും അച്ഛൻ്റെ പ്രവർത്തന മേഖലകൾ നന്നായി പോകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ചെറിയത്തച്ഛ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ ഹാളിലെ സന്നിഹിതരായിട്ടുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ചൂരക്കൽ കുടുംബാംഗങ്ങളെ, ഈ നാട്ടിലെ വിശിഷ്ടാതിഥികളെ, ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മുൻപിൽ. ചൂരക്കൽ കുടുംബത്തിനും വീട്ടിനും ഈ നാട്ടിലുള്ളവർക്കും ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും
ഇടവക അംഗങ്ങൾക്കും ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ചെറിയ തച്ചനെ ഒരു വൈദികനായി കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് നാം എല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷത്തോടെ സ്മരിക്കാം ഈ ദിനത്തെ. Father Patrick stand in the name of Father Nirmal Gomes, our provincial, and all the fathers and brothers of Kolkata province to extend a mighty congratulations to our newly ordained priest, Father Jose Cherian, SDB. Louder clap! Thank you. This is my first time to Kerala, God's own country, and I got this opportunity to come to a very holy celebration, that is the priestly ordination. So I am very lucky, I consider very lucky, and I am blessed to be present at the ordination of Father Jose Cherian. Two things. We cut the cake, right? White cake, pure cake, Vishuddham cake. But it had to be cut with a knife, right? Knife had to be used. So life of a priest is, I think we are seen in a white gown, white cassock. Everything looks very nice. But at times there may be some knife also coming. Therefore, Mama Margaret used to say, and it has been said, that to celebrate Mass is to suffer. I think this we can take from this sweet that we take, that knife also will be there from inside, outside. And secondly, Don Bosco used to say, the priest is the biggest gift a family can receive. And this credit goes to the parents of Jose Cherian. We today thank them, honor them, and we are very proud of you that you have offered your son to be a priest. So, the biggest blessing that family can ever have, according to Don Bosco. And lastly, we are working in the place where Mother Teresa has become Saint Mother Teresa. She used to say to all the priests, "Oh priests, celebrate Mass as if it is the first Mass and the last Mass and the only Mass." So we wish Father Cherian to let us say hearken to the call of Mother Teresa and to celebrate Mass as the first and the last and the only every day that he celebrates Mass. Once again, thank you so much and God bless you all. എനിക്കൊരു ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒത്തിരി കാത്തിരിക്കുന്നു, പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ദിവസങ്ങൾ, ഈ മാസങ്ങൾ, ഈ വർഷങ്ങൾ. ഇന്ന് ദിവസം വൈദികനായി എന്നെ ഉയർത്തിയ റാഫി പിതാവിനും ഇന്നത്തെ കത്തിരിക്കർമ്മങ്ങൾ പങ്കെടുത്ത ഫാദർ തോമസ് ചെറിയനും ഫാദർ ജെയിംസ് മാത്യു അച്ഛനും ഫാദർ സിപ്പി അച്ഛനും നമ്മുടെ ചുരുക്ക കുടുംബത്തിലെ എല്ലാ അച്ഛന്മാർക്കും വളരെ വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്നിവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും എൻ്റെ വിനീതമായ കുടുംബക്കാരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്.
చూపుల కోరేటు మాటల కోరేటు నవ్వుల కోరేటు నా నడుము కోరేటు కంపా గుత్తక కావాలంటే ఇస్తారు రిపేటు ముంపు సింపుల్ సే జస్ట్ సింపుల్ సే ఎడి దాటుకొస్తే చూపిస్తాను చాలా యాంగిల్స్ సైడ్ యాంగిల్లో నేను సిమ్లా యాపిల్ వైడ్ యాంగిల్లో నేను వోడ్కా బాటిల్ టాప్ యాంగిల్లో నేను రెనాల్డ్ రికో
കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് കർത്താവ് അങ്ങോട്ടേക്കൂടെ അനുഗ്രഹീതരാകുന്ന ഹൃദയത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. താമസമായി നമ്മുടെ ഇടയിൽ വസിച്ച കർത്താവ് അങ്ങയോടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഇതിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. വാഗ്ദാനത്തിന് യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങളവിടുത്തെ പീഠാൻ പ്രായിപ്പാൻ ഗ്രഹിക്കുന്ന ഞങ്ങളെ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവായ മാർത്തോമാശ്രീയായ വിശുദ്ധ കൊച്ചുരേസ്യായ വിശുദ്ധ ഡോൺ ബോസ്കോയെ ഇന്ന് ആദ്യമായിട്ട് പുരോഹിതനായി ഈ ഭവനത്തിലേക്ക് വരികയാണ്. വൈദികന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് മുട്ടുകുത്തി നിന്ന ഈ പുരോഹിതന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.